കേരളം. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ ആലപ്പുഴ ഇങ്ങനെ പ്രബുദ്ധമായി വിധി എഴുതുന്നവരാണെങ്കിൽ അടുത്ത ചോദ്യത്തിന് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട് പിണറായി സർക്കാർ? ആലപ്പുഴയോട് നമ്മൾ ചോദിച്ചു. ഉത്തരങ്ങളിലേക്ക് എന്താണ് ആലപ്പുഴയ്ക്ക് പറയാനുള്ളത്? പിണറായി സർക്കാരിന്റെ ഭരണം എങ്ങനെ എന്ന് ആലപ്പുഴയിലെ വോട്ടർമാരോട് ചോദിച്ചപ്പോൾ ദാ വരുന്ന ഉത്തരം. വളരെ മികച്ചത് 11.1% മാത്രം. മികച്ചത് എന്നുള്ളത് 9% മാത്രം. 20-ൽ താഴെ, അതായത് 20%, 20.1%. അതെ. എന്നാൽ മോശമെന്ന് പറഞ്ഞത് 16%, വളരെ മോശമെന്ന് പറഞ്ഞത് 39.5%. വോട്ട് ചെയ്തവരിൽ പകുതിയിലധികം ആളുകളും പറയുന്നു പിണറായി സർക്കാരിന്റെ ഭരണം പോരാ. 55% ആളുകളാണ് ഈ സർക്കാരിനെതിരായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ സർക്കാർ വിരുദ്ധ തരംഗമുണ്ട്. 5 LDF MLA-മാരുള്ള ലോക്സഭാ മണ്ഡലത്തിൽ, ഒരു MP ഉള്ള ലോക്സഭാ മണ്ഡലത്തിൽ. നോക്കൂ, AM ആരിഫ് നമ്മുടെ പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് അനുകൂലമായി വരും എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സ്ഥാനാർത്ഥിയാവുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ തന്നെയും ആരവിടെ LDF സ്ഥാനാർത്ഥിയായാലും അവിടെ MP എന്നുള്ള നിലയ്ക്ക് ആരിഫ് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ നേരത്തെ പറഞ്ഞുവല്ലോ, വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ആരിഫ് MPയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മോശപ്പെട്ട അഭിപ്രായം ആലപ്പുഴക്കാർക്കില്ല. എന്നാൽ പിണറായി സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം, അതിശക്തമായ വികാരം എന്ന് പറഞ്ഞാൽ 55.1% ആ വികാരം അവിടെ നിൽക്കുന്നത്. പുള്ളി ബാലകൃഷ്ണൻ നവകേരള സദസ്സ് യാത്ര ചെയ്ത് ആലപ്പുഴയിൽ എത്തുമ്പോഴേക്കാണ് നമ്മൾ അത് വളരെ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചകൾ. ആലപ്പുഴയിലെ ദൃശ്യങ്ങൾ അത്ര പെട്ടെന്ന് വോട്ടർമാർ മറന്നിരിക്കാനിടയില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകാമെന്ന് തോന്നുന്നു. നേരത്തെ SFI DYFI-കാർക്കെതിരായിട്ടായിരുന്നു നവകേരള സദസ്സിൽ ഈ പറയുന്ന വികാരമുണ്ടായതെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും ഈ പറയുന്ന സെക്യൂരിറ്റി ഓഫീസറും ഇറങ്ങി അടിച്ച സംഭവം സന്ദീപും അനിൽ കല്ലിയൂരും ഈ പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന വിധത്തിൽ പ്രവർത്തിച്ചു എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു മണ്ഡലമാണ് അത്. ആലപ്പുഴ നഗരത്തിന്റെ മധ്യത്തിലാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പതിഞ്ഞ ചിത്രവും അതായിരുന്നു അനിൽ കല്ലിയൂരിന്റെ ചൂരൽ പ്രയോഗം. അതുകൊണ്ട് അടുത്ത ചോദ്യം വളരെ പ്രധാനമാണ്. ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? കമ്പാരിസൺ, ആ താരതമ്യം എങ്ങനെയാണ് ആലപ്പുഴ നടത്തിയിരിക്കുന്നതെന്ന് അറിയാൻ നമുക്കും കൗതുകമുണ്ട്. നോക്കൂ, ആ താരതമ്യമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മെച്ചപ്പെട്ടു 11.6% മാത്രം. 11% ആളുകൾ, അതായത് 10-ൽ ഒരാളെ പറയുന്നുള്ളൂ രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സാറിനേക്കാൾ കൊള്ളാമെന്ന്. എന്നാൽ മോശമായി എന്ന് പറയുന്നതാവട്ടെ 66.2%. 10-ൽ 6 പേരും പറയുന്നു മോശമായി. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ പ്രതിച്ഛായ മോശമായിരിക്കുന്നു എന്ന് 55% ആളുകൾ പറയുന്നു. രണ്ടാം പിണറായി സർക്കാർ ആകട്ടെ വളരെ മോശമായിരിക്കുന്നു എന്ന് 66% പേര് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ ജനതയുടെ ഒരു വോട്ടിംഗ് മനസ്സെന്താണ്? അത് ആന്റി LDF ഗവൺമെന്റ് ആണ്. അതെ, അത് കേരള സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആലപ്പുഴ മണ്ഡലത്തിലുണ്ട്. എന്നാൽ ആ ശക്തമായ ഒരു MP വിരുദ്ധ വികാരം മണ്ഡലത്തിൽ ഇല്ലതാനും. അതാണ് വളരെ പ്രധാനപ്പെട്ട MP വിരുദ്ധ വികാരം ഇല്ല. എന്നാൽ സർക്കാർ വിരുദ്ധ വികാരം വളരെ ശക്തമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ. എങ്ങനെയാണ് ഇനി ആരിഫാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇതിനെ അതിജീവിക്കാൻ പോകുന്നത്? ആരിഫിന്റെ വ്യക്തിത്വം, ആരിഫിന്റെ വികസന പ്രവർത്തനങ്ങൾ, ആരിഫിന് അനുകൂലമായിട്ടുള്ള ഭരണാനുകൂല MP അനുകൂല മനോഭാവത്തെ നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരത്തിന് മുകളിൽ മറികടക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. തിരമാലയെ മറികടക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ആലപ്പുഴയിലെ പ്രസക്തമായി ചോദ്യം. നേരത്തെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ 50%-ലേറെ ആളുകൾ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തെ വളരെ പ്രധാനമായി കാണുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ആരിഫ് ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് അവിടെ ഇറക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം വളരെ പ്രധാനമാണ്. അതായത് ഈ പറയുന്ന ആന്റി ഇൻകംബൻസി, LDF സർക്കാരിനെതിരായിട്ടുള്ള വികാരത്തെ മറികടക്കാൻ നല്ല വ്യക്തിത്വത്തിന് കഴിയുമെങ്കിൽ ആരിഫ് ഒരു നല്ല കാൻഡിഡേറ്റ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി കോൺഗ്രസ് ഇറക്കുന്ന കാൻഡിഡേറ്റ്, ഇപ്പോൾ നമുക്ക് KC വേണുഗോപാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്, അല്ലേ? VM സുധീരൻ അങ്ങനെയാണ്. വക്കം പുരുഷോത്തമൻ അങ്ങനെയാണ്. മണ്ഡലത്തിൽ പരിചിതനാണ്. ഈ പോപ്പുലാരിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ആലപ്പുഴയുടെ ഒരു മനസ്സുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള ആളുകൾ ഒപ്പം വരത്തന്മാരെന്ന് പറയും. കറക്റ്റ് ആണ്. അതായത് കണ്ണൂരിൽ നിന്നാണ് KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ KC വേണുഗോപാലിന് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു വിശ്വാസവുമില്ല. കാരണം ആലപ്പുഴയുടെ മണ്ണെന്ന് പറയുന്ന നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കയർ ഫാക്ടറി തൊഴിലാളികളുടെയും പുന്നപ്പുറ വയലാർ പോലുള്ള വലിയ വിപ്ലവങ്ങളുടെയൊക്കെ ഒരു ഭൂമിയാണത്. ആ മനസ്സ് ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സാണ്. അവിടെയാണ് KC വേണുഗോപാൽ സ്ട്രൈക്ക് ചെയ്യുകയും 2004 വിജയിക്കുകയും ചെയ്യുന്നത്. 2009 വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടുകൂടി 2009 വിജയിക്കുന്നത്, 2014 വിജയിക്കുന്നത്. 2019 KC വേണുഗോപാലാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ നിസ്സംശയം KC വേണുഗോപാലിന് മത്സരിക്കും. 20-ൽ 20 ആകുമായിരുന്നു. സാധ്യതയുണ്ടായിരുന്നു. സംസ്ഥാനത്തൊട്ടാകെ UDF അനുകൂല തരംഗമുണ്ടാകും
അറിയാവുന്ന ഘട്ടത്തിലും ആരിഫിന് വിജയിച്ചു കയറാൻ സാധിച്ചത് ഒരൊറ്റ ഡിപ്പോസിറ്റിലാണ്. അത് ആരിഫിന്റെ വ്യക്തിത്വത്തിലുള്ള നിക്ഷേപം, വലിയ നിക്ഷേപമാണ്. ആ നിക്ഷേപം ഇത്തവണയും ആരിഫിനുണ്ട്. പക്ഷേ ആ നിക്ഷേപത്തെ മറികടക്കാൻ കഴിയുന്ന വലിയ ഡെപ്പോസിറ്റ് ഉള്ള ആൾ നിക്ഷേപകൻ വന്നാൽ, ഇനി കെ സി വേണുഗോപാൽ വന്നാൽ കെ സി വേണുഗോപാലിന് അനുകൂലമാകുന്നത് സർക്കാരിനെതിരെയുള്ള വിരുദ്ധ വികാരമാണ്. അതേസമയം MP അനുകൂലമായിട്ടുള്ള ഒരു തരംഗവും അവിടെയുണ്ട്. ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. മത്സരം തീപാറും എന്നത് തീർച്ചയാണ്. നമ്മൾ സർക്കാരിനെ കുറിച്ച് പറഞ്ഞു. സർക്കാർ ഇങ്ങനെയാകുമ്പോൾ, സർക്കാർ ഇത്രയും ജനങ്ങൾ വിമർശിക്കുമ്പോൾ പ്രതിപക്ഷം അതിനെ വിമർശിക്കുന്നുണ്ടോ? പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 8. ആലപ്പുഴയുടെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഉത്തരം എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. വളരെ മികച്ചതെന്ന് പറയുന്നത് 2.1%. മികച്ചതാണോ അതോ മോശമാണോ എന്ന് ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും പ്രസക്തമായ ഒരു ഉത്തരമാണ്. ഇതുവരെയും 2 എന്ന് പറയുന്ന ഒരു ചുരുങ്ങിയ സ്കോറിലേക്ക് മോദി സർക്കാരോ പിണറായി സർക്കാരോ പോയിട്ടില്ല. പക്ഷെ പ്രതിപക്ഷത്തിൻ്റെത് വളരെ മികച്ചതെന്ന് പറയുന്നത് 2.1% ആണ്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ 12.1 ശരിയാണ്, 12.1. അതേസമയം മോശം എന്ന് പറയുന്നത് 50.3. ഇവിടെ എനിക്കൊരു തിയറി ഉണ്ട്. കാരണം വെച്ചാൽ ഈ പ്രതിപക്ഷത്തെ എപ്പോഴും നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് അവരുടെ പെർഫോമൻസിനെ ആസ്പദമാക്കിയല്ല, അവരെങ്ങനെ സ്ട്രൈക്ക് റിയാക്ഷനാണ്. അതാണ് അത് വീണ്ടും ആന്റി ഇൻകംബൻസി ആണ്. കാരണം വെച്ചാൽ സർക്കാരിന് വിരുദ്ധമായ ഒരു മനോഭാവം നിലനിൽക്കുമ്പോൾ ഈ പ്രതിപക്ഷം ഇങ്ങനെ പ്രവർത്തിച്ചാൽ പോരാ എന്നൊരു നിലയിലേക്ക് എത്തുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇൻഡെപ്ത് ആയിട്ട് സർക്കാർ വിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. പ്രതിപക്ഷത്തെ നമ്മൾ അളക്കുന്നത് അവരുടെ സമരങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ കണക്ക് റിയാക്ഷൻ കൊണ്ടുമാണ്. ആ റിയാക്ഷൻ അത്ര പോരാ എന്നുള്ളതാണ് അഭിപ്രായം. സർക്കാർ വിരുദ്ധ വികാരം ഇത്രയും ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിന് അത് എൻകാഷ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, ആളുകളിലേക്ക് അത് എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പരാജയമാണ്. ജനങ്ങളുടെ വികാരം കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല തെരുവുകളിൽ എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം ശക്തമാകുന്നതെന്ന് ഓർമ്മിക്കണം. ഈ സമരം ശക്തമാക്കിയത് യൂത്ത് കോൺഗ്രസ്, അതിന്റെ ക്രെഡിറ്റ് യൂത്ത് കോൺഗ്രസിനുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് സജീവമാക്കിയ പ്രതിഷേധത്തിലൂടെയാണ് പ്രതിപക്ഷം ശക്തമായി ആഞ്ഞടിച്ചു തുടങ്ങിയത്. പോലും പൊളിഞ്ഞു പോയതാണ് എന്നത് നമ്മൾ ഓർമ്മിക്കണം. അതെ, അതായത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പോരാട്ടം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വികാരമല്ല അവിടെ ഉള്ളത്, മറിച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പരാജയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആന്റി ഗവൺമെന്റ് വികാരമാണ്. ശരി, അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു കഴിവുകൊണ്ട് ഈ പറയുന്ന നേട്ടം ഉണ്ടാകും. നമുക്ക് സർക്കാരിന്റെ കഴിവ് ജനങ്ങളിലേക്ക് നേരിട്ടെത്തിയ ഒരു പരിപാടി ഉണ്ടല്ലോ, നവകേരള സദസ്. അതേക്കുറിച്ച് എന്താണ് ആലപ്പുഴയ്ക്ക് പറയാൻ? ഇതുവരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും നവകേരള സദസ്സിന് ശരാശരി 60% മുകളിൽ, 65% മുകളിലും നവകേരള സദസ്സിനെതിരായിട്ടുള്ള വികാരമാണ് നമ്മൾ ഈ സർവേയിൽ പ്രതിഫലിച്ചു കണ്ടത്. ആലപ്പുഴയിലും അതേ പ്രതിഫലനമാണോ എന്ന് നമുക്ക് നോക്കാം. നവകേരള സദസ്സിനോട് എങ്ങനെയാണ് ആലപ്പുഴയിലെ വോട്ടർമാർ വേണോ അതോ വേണ്ടിയിരുന്നില്ലേ? വേണ്ടിയിരുന്നില്ല, ആവശ്യമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് 72.6%. 10ൽ 7 പേരും പറയുന്നു വേണ്ടിയിരുന്നില്ല. 4ൽ 3 പേരും പറയുന്നു ഇത് വേണ്ടിയിരുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ആവശ്യമായിരുന്നു എന്ന് പറയുന്നത് 12.5, അറിയില്ല എന്ന് പറയുന്നത് 14.9. നോക്കൂ, ആ ലോക്സഭാ മണ്ഡലത്തിലെ 5 MLA-മാരെന്ന് പറയുന്നത് LDF-ന്റെ ഭാഗത്ത് സംഘാടകരവരായിരുന്നു. കരുനാഗപ്പള്ളിയിലും ഹരിപ്പാടും മാത്രമാണ് UDF-നുള്ളത്. അപ്പൊ ഈ 5 MLA-മാരുള്ള ഒരു മണ്ഡലത്തിലെ ആളുകളാണ് പറയുന്നത് ഈ നവകേരള സദസ് ആവശ്യമില്ലായിരുന്നു. എന്തിനായിരുന്നു നവകേരള സദസ്? കേന്ദ്രം കേരളത്തെ പീഡിപ്പിക്കുന്നു സാമ്പത്തികമായി എന്ന് ജനങ്ങൾക്കിടയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാനും അവരെ ബോധ്യപ്പെടുത്താനുമായിരുന്നുവെങ്കിൽ ഇത് ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം അത് വളരെ പ്രധാനമാണ്. ഈ ചോദ്യവും തൊട്ടടുത്ത ചോദ്യവും തമ്മിൽ വിശേഷമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നവകേരള സദസ്സ് മോശമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നവകേരള സദസ്സിൽ ഉയർത്തിയ വിഷയം കൃത്യമായി ജനങ്ങൾ അതേപടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഷ്യമാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നവകേരള സദസ്സ് വിജയമായിരുന്നു എന്ന് പറയേണ്ടി വരും. നവകേരള സദസ്സ് പരാജയമെന്ന് കണക്കാക്കുന്നുണ്ടെങ്കിൽ നവകേരള സദസ്സ് വഴി എന്താണോ കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിച്ചത് ബോധ്യപ്പെട്ടിട്ടില്ല. അതാണോ ഫലം എന്ന് നമുക്ക് നോക്കാം.